നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആക്കിക്കളയും സിനിമ. ഇത്തരം അവസ്ഥകളിൽ എങ്ങനെയാണ് സാർ അതിനെ ഒന്ന് ഓവർകം ചെയ്യുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് നമ്മളൊരു കൊച്ചു കുട്ടിയായാൽ മതി എന്ന് തോന്നുന്നു എപ്പോഴും. അതായത് നമ്മൾ പഠിച്ചു വെച്ച സിനിമയല്ല, നമ്മളിപ്പോഴും സിനിമയിലെ വിദ്യാർത്ഥിയാണ്. നമ്മളുടെ ഒരു വളർച്ചയും മറ്റു പലരെ അപേക്ഷിച്ച് ഒന്നുമല്ല. ഒന്ന് എളിമപ്പെട്ട് നോക്കിക്കേ, ആരെക്കാൾ ഞാൻ വലുതല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ എന്നെ അതങ്ങനെ മനസ്സിലാക്കുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സിനിമ കാണുമ്പോഴത്തേക്കുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആരുമല്ല. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കോ ഭദ്രൻ സാറേ നിങ്ങളുടെ അയ്യർ ദ ഗ്രേറ്റ്, സ്ഫടികം, ഒളിമ്പ്യ എന്നൊക്കെ പറഞ്ഞ ഓരോ ആൾക്കാർ എന്തോ ജീനിയസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. അവര് പിന്നെ ജീനിയസ് എന്നൊക്കെ പറഞ്ഞ എന്റെ അർത്ഥം അറിയാതെ ഉപയോഗിക്കല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൊങ്ങാതെ, ഇപ്പൊ ഒരു സിനിമയുടെ വലിയൊരു ഭയങ്കരമായൊരു സക്സസ് അങ്ങ് നിൽക്കുന്ന സമയത്ത് നമ്മളങ്ങനെ ആറാടാൻ തോന്നും. അപ്പൊ ആറാടാൻ തോന്നുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മളെ ആദ്യം പിടിക്കുന്നത് മദ്യം നമ്മളെ, എന്നോട് ചോദിച്ചാൽ മദ്യമാണ് സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കകത്ത് വലച്ച് കളഞ്ഞിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഏറ്റവും ഡാമേജിങ് ടൂൾ ഈസ് മദ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇതായിട്ട് പറയാം, എന്നെ ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ എങ്ങും ഇവിടെയും ആൾക്കാർ ഒരു ഗ്ലാസ് ബിയറായിട്ട് പോലും നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.